കിടിലൻ ടേസ്റ്റിൽ നല്ല മൊഞ്ചുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള വൈറൽ ബ്രെഡ് ടോസ്റ്റ് ആട്ടോ ഇന്ന് കാണിക്കാൻ പോകുന്നത്. കാണാനുള്ള മൊഞ്ച് മാത്രമല്ല കേട്ടോ, കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്, ഉണ്ടാക്കാൻ വളരെ സിമ്പിളുമാണ്. 2 പുഴുങ്ങിയ മുട്ട എടുത്തിട്ടുണ്ട്, അതിതാ ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ 2 ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ആ ഒരു മഞ്ഞക്കരു കാണുമ്പോഴാണ് ആ ഒരു ബ്രെഡ് ടോസ്റ്റ് കാണാനൊന്നുകൂടെ ലുക്ക് ഉണ്ടാവുക. എന്നിട്ട് നമുക്ക് ഒരു ബ്രെഡ് സ്ലൈസ് എടുക്കുക. അതിൽ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് പിസ്സ സോസാണ്. ഷെസ്വാൻ സോസ് ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. ഇപ്പോൾ ഇത് രണ്ടും നിങ്ങളുടെ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടെങ്കിൽ അതിൽ ഒറിഗാനോയും അതേപോലെ ചില്ലി ഫ്ലേക്സും ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് അത് അപ്ലൈ ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് സ്ലൈസ്ഡ് ചീസാണ്. അത് ഓരോന്നും ഓരോ ബ്രെഡിൻ്റെ മുകളിലും വെച്ച് കൊടുക്കാം. അത് 3ൻ്റെ മുകളിലും വെച്ച് കൊടുത്ത ശേഷം ഓരോന്നിൻ്റെ മുകളിലും 4 സ്ലൈസ്ഡ് എഗ്ഗ് വെച്ച് കൊടുക്കാം കേട്ടോ. ഇതുപോലെ 4 ഭാഗത്ത് ഇങ്ങനെ 4 വെച്ച് കൊടുക്കാം. 2 ഇതുപോലെ മഞ്ഞക്കരുള്ള ഭാഗം വെക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. മറ്റതിൽ നമുക്ക് അതുള്ളത് കിട്ടിയില്ല. അപ്പോൾ ഞാനിതാ അത് അങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ളത് തന്നെ അങ്ങ് വെച്ച് കൊടുത്തു കേട്ടോ. മഞ്ഞക്കരുള്ളത് കാണാനാണ് ഒന്നുകൂടെ ഭംഗി ഉണ്ടാവുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ കുറച്ച് ഒറിഗാനോ കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഉപ്പും കൂടെ ഇടുമ്പോഴാണ് അത് കറക്റ്റ് അത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. കുറച്ച് മതി, ഒരുപാട് കൂടി പോകണ്ട. ഇങ്ങനെ നുള്ളിയിട്ട് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇത്രയായി കഴിഞ്ഞാൽ നമുക്കൊരു പാൻ വയ്ക്കുക. പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കുക കേട്ടോ. ബട്ടർ ഇതാ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് അതിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. ചെറിയ തീയിലിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും, ചീസ് മെൽട്ടായി കിട്ടൂല. ഈ ഒരു ചീസ് മെൽട്ടാവുന്ന അത്രയും ടൈം വെച്ച് കൊടുത്താൽ മതി. ഇത് അടച്ചു വെക്കണേ. അടച്ചു വെച്ചെങ്കിലേ ചീസൊക്കെ ശരിക്കും മെൽട്ടായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ചീസൊക്കെ ഇതാ നല്ലതായിട്ട് മെൽട്ടായിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്ന ആ ഷോട്ട് വിട്ടുപോയതാണ്. ജസ്റ്റ് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ആ ഒരു ഭാഗം ചെറുതായിട്ടൊന്ന് കളർ ഇതാക്കി എടുക്കുക. എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ചീസൊക്കെ നന്നായിട്ട് മെൽട്ടായിട്ട് വന്നിട്ട് ഈ ചൂടോട് കൂടെ കഴിക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഇനി ഒന്ന് നമുക്ക് 4 പീസായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ സെർവ് ചെയ്യട്ടെ. അപ്പോൾ ഗസ്റ്റ് വരികയാണെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്കിത് ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാനും പറ്റും. കാണാനൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്കും ആയിരിക്കും. അപ്പോൾ ഇതുപോലെ 4 ഭാഗമായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അങ്ങനെയും സെർവ് ചെയ്യാം. ഇത് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇഷ്ടമായാൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ.